ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 4ാം ക്ലാസ്സിലെ മലയാളത്തിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കാറ്റേ കടലേ എന്ന യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ രണ്ട് യൂണിറ്റുകളും നമ്മളെ കഴിഞ്ഞു. യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം. 3ാമത്തെ യൂണിറ്റിൽ കാറ്റേ കടലേ എന്നുള്ള യൂണിറ്റിന് തുടക്കം തന്നെ ഇങ്ങനത്തില്ല ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. കുറേ കുട്ടികൾ കടലിൻ്റെ തീരത്ത് കളിക്കുന്നതാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇനി ഇവിടെ വാതിൽ എന്നുള്ള ഭാഗത്ത് നമുക്ക് നിർഭയ എന്ന് പറയുന്ന ഒരു ചെറിയ സുഗതകുമാരിയുടെ 2 വരികൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മലയിടിച്ചു വരുന്ന യന്ത്രത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നു കൊച്ചു തുമ്പച്ചെടി, വഴിയിൽ നിൽപ്പു ചമഞ്ഞു തുമ്പച്ചെടി. സുഗതകുമാരി എഴുതിയിട്ടുള്ളതാണ്. അഥവാ മലയൊക്കെ ഇടിച്ചു വരികയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ എന്താണ്, ഒരു തുമ്പച്ചെടി നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ വഴി ആ തുമ്പപ്പൂവിനെ മാത്രം അവിടെ കാണാതെ ബാക്കിയെല്ലാം നശിപ്പിക്കുന്ന ഒരു മനുഷ്യൻ്റെ വികൃതമായ രൂപമാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ഇനി ഇതിലെ 1ാമത്തെ പാഠഭാഗം 1ാമത്തെ സെക്ഷൻ മാനത്തും താഴത്തും എന്നുള്ളതിലെ കാറ്റു പറഞ്ഞത് എന്നുള്ളതാണ്. ഇത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മരങ്ങളും ചെടികളും പൂക്കളും സൂര്യനും കാറ്റും പുഴയും മനുഷ്യനും മറ്റു ജീവികളുമൊക്കെ ചേരുന്നതാണല്ലോ പ്രകൃതി. എങ്ങനെയൊക്കെയാണ് നാം പ്രകൃതിയെ അനുഭവിക്കാറുള്ളത്? പ്രകൃതി എന്ന് പറയുന്നത് എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് പ്രകൃതി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മനുഷ്യന് മാത്രമുള്ളതല്ല, ഇത്തരത്തിലുള്ള എല്ലാ ജീവികൾക്കും കൂടിയുള്ളതാണ് പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രകൃതിയെ നമ്മൾ അനുഭവിക്കുന്നത്? അതാണ് ഈ കാറ്റു പറഞ്ഞത് എന്നുള്ള ഈ കൊച്ചു കവിതയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. കണ്ണിൽ പെടാത്തൊരു കാറ്റേ, നിന്നെ കണ്ടുകിട്ടാൻ എന്തു മാർഗം? തൊട്ടടുത്തുണ്ട് ഞാൻ കുഞ്ഞേ, നിന്നെ തൊട്ടു തലോടുന്നുമുണ്ടേ. തൊട്ടിലാടിയ കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ, വീശിത്തരുന്നില്ലേ ഇന്നും നിന്നെ വീട്ടിനകത്തും പുറത്തും. ആലിനിലകളും മാവും മറ്റും ആടുമ്പോഴെന്നെ നീ കാണും, പീപ്പിയും ഓടക്കുഴലും മറ്റും പാടുമ്പോഴെന്നെ നീ കേൾക്കും. ആഴിത്തിരകൾക്കുമീതെ ഞാനൊന്നാടിക്കളിച്ചതിന് ശേഷം ഓടി നിന്നാവിലെ കുപ്പായമായി വന്നു, കൂടുമ്പോഴെന്നെ രുചിക്കും. സന്ധ്യക്കു പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും, കുഞ്ഞെ നിൻ ശ്വാസമായെന്നും കൂടെ കൊണ്ടു നടക്കും നീ എന്നെ. കുരുത്തോലക്കിളി ഈ ജിനൻ എഴുതിയതാണ്. എന്താണ് കൂട്ടുകാരെ ഇതിൽ പറയുന്നത്? നമ്മളടുത്ത് പറയുന്നത് എങ്ങനെയാണ് കാറ്റ് എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ കണ്ണിൽ പെടുന്നില്ല കാറ്റ്, പക്ഷേ നിന്നെ എങ്ങനെയാണ് കണ്ടു കിട്ടുക എന്നാണ് കുട്ടി ചോദിക്കുന്നത്. അപ്പോൾ പറയാണ്, നിന്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ നിന്നെ തലോടിക്കൊണ്ടുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല, നീ തൊട്ടിലാടുമ്പോൾ നമുക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? കാറ്റാണല്ലേ. അപ്പോൾ അവിടെയും നീ എന്നെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, വീടിനകത്തും പുറത്തും ഒക്കെ ഞാനുണ്ട്. ആലിലെ ഇലകൾ ആടുമ്പോഴും മാവും മറ്റും ഒക്കെ ആടുമ്പോൾ എന്താണ്, അവിടെ നിനക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കാറ്റ് എന്ന എന്നെയാണ്. മാത്രമല്ല, പീപ്പിയും ഓടക്കുഴലും ഒക്കെ പാടുമ്പോഴും ഉണ്ടാകുന്നത് എന്താണ്, അവിടെ കാറ്റാണ് പുറത്തു വരുന്നത്. ഇനി വേറെന്താ പറയുന്നത്? ആഴിത്തീരങ്ങൾക്ക് മീതെ ഞാൻ കളിക്കുമ്പോഴും അതുപോലെ ഓടി നിന്നാവിലെ കുപ്പായമായി വരുമ്പോഴും ഒക്കെ ഞാൻ എന്തുണ്ട്, നിന്റെ കൂടെ തന്നെയുണ്ട്. സന്ധ്യക്ക് പൂക്കുന്ന പൂവിൽ നിന്ന് ഗന്ധമായിട്ട് വരുന്നത് ആരാണ്? കാറ്റാണ് ഗന്ധം കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ കുഞ്ഞെ, നിന്റെ നിശ്വാസത്തിലും എല്ലായ്പ്പോഴും ഞാൻ നിന്റെ കൂടെയുണ്ടെന്നാണ് കാറ്റ് പറയുന്നത്. അപ്പോൾ പ്രകൃതിയിലെ കാറ്റ് നമുക്ക് എങ്ങനെയൊക്കെയാണ് അനുഭവപ്പെടുന്നത് എന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. തന്നെ കാണാനുള്ള എന്തെല്ലാം വഴികളാണ് കാറ്റ് നിർദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? കാറ്റിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ പല വഴികളുമുണ്ട്. തൊട്ടിലാടുമ്പോഴും വീഴുമ്പോഴും കാറ്റിനെ തൊട്ടറിയാൻ നമുക്ക് കഴിയും. മരത്തിൻ്റെ ഇലകളും മറ്റും ആടുമ്പോൾ കാറ്റിൻ്റെ സാന്നിധ്യം കാണുന്നു. പീപ്പിയും ഓടക്കുഴലുമെല്ലാം ഊതുമ്പോൾ കാറ്റുണ്ടാക്കുന്ന സംഗീതം കേട്ടുകൊണ്ട് കാറ്റിനെ അറിയുന്നു. കടലിലൂടെ വരുന്ന കാറ്റ് നാവിൽ ഉപ്പുരസമായി അനുഭവപ്പെടുമ്പോൾ രുചിയിലൂടെ കാറ്റിനെ അറിയുന്നു. പൂക്കളിലെ സുഗന്ധമായ ഗന്ധത്തിലൂടെയും കാറ്റിനെ അറിയുന്നു. കാറ്റ് നമ്മുടെ ജീവശ്വാസമായി എപ്പോഴും കൂടെയുണ്ട്. കാറ്റിനെ കാണാനുള്ള വഴികളായി നിർദ്ദേശിക്കുന്നത് ഇവയെല്ലാമാണ്. ഓക്കെ. ഇനി ഇതിലെ 2ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ 5 എന്ന കവിത ടീച്ചർ ചൊല്ലിത്തന്നല്ലോ. കാറ്റ് പറഞ്ഞത് എന്ന കവിതയുമായി ഈ കവിത താരതമ്യം ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ടീച്ചർ അത് ചൊല്ലിത്തരും. അതിനുശേഷം നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. 3ാമത്തെ ചോദ്യം, അക്ഷരങ്ങളുടെ ആവർത്തനം കൊണ്ട് കൂടുതൽ ഭംഗി തോന്നുന്ന ഭാഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തൂ. ഇത്തരത്തിലുള്ള മറ്റു പ്രയോഗങ്ങൾ തയ്യാറാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? 1, കണ്ണിൽ പെടാത്തൊരു കാറ്റേ, നിന്നെ കണ്ടുകിട്ടാൻ എന്തു മാർഗം. മറ്റൊന്ന്, തൊട്ടടുത്തുണ്ട് ഞാൻ കുഞ്ഞേ, നിന്നെ തൊട്ടു തലോടുന്നുമുണ്ടേ.
അടുത്തത് തൊട്ടിലാടിയം കാലം തൊട്ടേ തൊട്ടറിഞ്ഞല്ലോ നീ എന്നെ. അടുത്തത് സന്ധ്യക്കു പൂക്കുന്ന പൂവിൽ നിന്നും ഗന്ധമായി ഞാൻ നിന്നിലെത്തും എന്ന് പറയുന്നത്. ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കാറ്റ് പറഞ്ഞത് എന്ന കവിത പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ആരാണ് എഴുതിയത്, എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ വേണം നമുക്ക് കുറിപ്പ് എഴുതാൻ. നമുക്ക് എഴുതി നോക്കാം. ഈ ജിനൻ എഴുതിയ കാറ്റു പറഞ്ഞത് എന്ന കവിത കുരുത്തോല കിളി എന്ന സമാഹാരത്തിലെ മനോഹരമായ ഒരു ഭാഗമാണ്. ഒരു കുട്ടിയുടെ സംശയങ്ങൾക്ക് കാറ്റു നൽകുന്ന ഉത്തരങ്ങളാണ് ഈ കവിതയുടെ കാതൽ. കാറ്റിന്റെ സാന്നിധ്യം എങ്ങനെ തിരിച്ചറിയാമെന്ന് കവിത ലളിതമായി വിശദീകരിക്കുന്നു. പ്രകൃതിയെ കൂടുതൽ അടുത്തറിയാനും ചുറ്റുപാടുകളെ നിരീക്ഷണ ബുദ്ധിയോടെ മനസ്സിലാക്കാനും ഈ കവിത കുട്ടികളെ സഹായിക്കുന്നു. ഹൃദ്യവും ലളിതവുമായ ഭാഷയും ഭംഗിയുള്ള ഭാവനയും ഈ കവിതയെ കൂടുതൽ ആസ്വാദ്യകരമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാം. ഇനി ഇതിലെ അവസാനത്തെ പ്രവർത്തനം, കുട്ടി കാറ്റിനെ അനുഭവിക്കുന്നത് പോലെ നേരിട്ട് കാണാതെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന മറ്റെന്തൊക്കെയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെ, നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ടല്ലേ. കുട്ടി കാറ്റിനെ നേരിട്ട് കാണാതെ അനുഭവിക്കുന്നത് പോലെ ജീവിതത്തിൽ നേരിട്ട് കാണാൻ പറ്റാത്തതും എന്നാൽ അനുഭവിക്കാൻ കഴിയുന്നതുമായ കാര്യങ്ങളുണ്ട്. തണുപ്പ്, ചൂട്, സങ്കടം, സ്നേഹം, വിശ്വാസം, സന്തോഷം, ചിന്തകൾ, സമയം, വാക്ക്, സംഗീതം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇവയൊന്നും നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ജീവിതത്തിൽ പലതരത്തിൽ ഇവയെല്ലാം അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അത്തരത്തിൽ നമുക്ക് അനുഭവിക്കാൻ മാത്രം കഴിയുന്ന സംഭവങ്ങളാണ്. ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കുട്ടിയുടെ പുഴ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.